ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു 1987 ഇവർ സ്റ്റാർട്ട് ചെയ്തൊരു സീവാളുണ്ട്. അപ്പോൾ ആ സീവാൾ മെമ്മോറിയൽ പാർക്കിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ എല്ലാവരും വന്ന് കാണാൻ വരാറുണ്ട് ഈ സീ വാൾ, അതായത് ഈ ബ്രിഡ്ജും ഈ സിയാമൻ ബ്രിഡ്ജും അതുപോലെ ഈ പാർക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ശരി, പിന്നെ എല്ലാം കൂടെ ഞാൻ എടുക്കുന്നതെല്ലാം കൂടെ കൂട്ടി വെച്ചൊക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. ശരി, വീഡിയോ ഒന്ന് കാണാം. സിയാമൻ സീവാൾ മെമ്മോറിയൽ പാർക്ക് അല്ലെങ്കിൽ ഹൈദി മെമ്മോറിയൽ പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ആ മെമ്മോറിയൽ. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ 1957 ഇവിടെ ഒരു സീവാൾ ഉണ്ടാക്കിയായിരുന്നു. അതായത് മൗണ്ടനിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് കടലൊക്കെ നിരത്തി ഭയങ്കര കഷ്ടപ്പെട്ടാണ്. അതായത് 1957 ആ സമയത്തൊക്കെ ചൈനയിൽ ഒരു ക്രൂഷ്യൽ ഡെവലപ്മെൻറ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഈ സിയാമൻ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൂളി ഫുജിയാനാണ്. അതായത് ഇത് ഐലൻഡിലാണ്, പ്രോപ്പർ സിയാമൻ ഐലൻഡിൽ കിടക്കുക. അപ്പം അവിടുന്ന് നമ്മൾ മെയിൻ ലാൻഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജായിരുന്നു അത്. സീവാൾ അന്ന് ഉണ്ടാക്കി. അപ്പോൾ അന്ന് റോഡും റെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് പുതുക്കി പണിഞ്ഞതാണ് 1987 തൊട്ട് 1991 ബാക്കിയുള്ള 4 ബ്രിഡ്ജസും ഒരു ടണലും ഉണ്ട്. അപ്പം അത് 91 കംപ്ലീറ്റ് ചെയ്ത് മെയിലത് ഓപ്പൺ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ ആ റോഡും റെയിലും ഒക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിയാമൻ ബ്രിഡ്ജ്, ഹെയ്ക്യാങ് ബ്രിഡ്ജ്, ജിമെയ് ബ്രിഡ്ജ്, സിംഗ്ലിൻ ബ്രിഡ്ജ്, പിന്നെ ഷിങ്യാൻ ടണൽ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇവിടെ. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഫാണ്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ എൽഡർലി പീപ്പിൾ ഗോൾഫ് കളിക്കുന്നതാണ് ആ കാണുന്നത്. ഇതാണ് ആ ബ്രിഡ്ജസ്. ഇതിൻ്റെ അങ്ങേ അറ്റത്തൊക്കെ കാണുന്ന നൂല് പോലെ കാണാൻ പറ്റും. അതൊക്കെ ഈ ബ്രിഡ്ജസ് ആണ്. അങ്ങനെ 4 ബ്രിഡ്ജും ഒരു ടണലും കൂടെ ചേർന്നതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഐലൻഡിനെ മെയിൻലാൻഡായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്ന ബ്രിഡ്ജസ് മൊത്തം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല വാക്കിംഗ് പാത്വേസും ഉണ്ട്, അടിപൊളി ഗ്രീനറീസും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ, അതായത് ഈ പാലത്തിൻ്റെ അന്ന് റെയിൽവേ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങ് ഇപ്പം ഇല്ല. ഇപ്പം ഈ അന്നത്തെ റെയിൽവേയുടെ അവശിഷ്ടങ്ങളായിട്ടുള്ള ഇത് മാത്രമേ ഇപ്പം അവശേഷിക്കുന്നുള്ളൂ. അതിൻ്റെ പാർട്ടാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഫസ്റ്റ് ബ്രിഡ്ജാണ്, ക്രോസിംഗ് സീ ചെയ്യുന്ന ഫസ്റ്റ് ബ്രിഡ്ജാണിത്, ഈ സിയാമൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് വേണ്ടി, അതായത് ഇത് കടലാണല്ലോ, അപ്പം ഇവിടുന്ന് ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. അന്നേ ഇത്രയും വലിയൊരു മെയിൻ എൻജിനീയറിംഗ് പ്രോജക്ട്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ അവരുടെ ഹാർഡ് വർക്കും അവരുടെ ക്ഷമയും പേഷ്യൻസിനും എല്ലാത്തിനെയും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മെമ്മോറിയൽ പാർക്ക് തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങേ അറ്റം കാണുന്ന വെളുത്ത അതും ഒരു ബ്രിഡ്ജസ് ആണ്. എൻ്റെ ബാക്കിൽ കണ്ടോ, നടുക്കാണെങ്കിൽ പണ്ടത്തെ ഒരു റെയിൽ പാളത്തിൻ്റെ ബാക്കിയും, അതുപോലെ തന്നെ നടുക്കൂടെ അരുളിയുടെ പൂ നട്ട് വെച്ചേക്കുവാണ് ഫുള്ളും. ഞാൻ പറഞ്ഞല്ലോ റെയിൽ, അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അതുപോലെ ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചില്ലേ ഒരു എൻജിൻ, പണ്ടത്തെ കൽക്കരി ട്രെയിൻ, അതായിരുന്നു അന്നത്തെ. അതിൻ്റെ ഒരു ഭാഗവും മോഡലും അവരവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിൻ്റെ താഴെ വരാം. ഇത് ശരിക്കും പറഞ്ഞാൽ മൗണ്ടെയിനിലെ കല്ലുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിരത്തിയേക്കുവാണ്. അപ്പം ആ മൗണ്ടെയിനിൽ നിന്ന് ഈ മെമ്മോറിയൽ അവർ ഇവിടെ ഇങ്ങോട്ട് കാണുകയും ചെയ്യാം. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ മെയിൻ ബ്രിഡ്ജ് ശരിക്കും 2.27 കിലോമീറ്റർ ലോങ്ങും പിന്നെ 23.5 വൈഡുണ്ട്, മീറ്റർ വൈഡും. പിന്നെ 4 ലൈൻസ് ഇൻ്റർ 4 ലൈൻസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 ലൈൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാങ്ക്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ്, നമ്മുടെ സ്ട്രോബെറിയൊക്കെ ഈ
ഷുഗർ പാനിയിൽ മുക്ക് ചെയ്തിട്ട് ഐസ് വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന ഇത് ഇവിടെ ഒരു ഫേമസ് ആണ്. എല്ലാവരും ഇത് ഉപയോഗിക്കുകയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കോമൺ ആയിട്ട് ഇവിടെ എല്ലായിടത്തും ഇത് കാണാൻ പറ്റും. ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ തോന്നുന്നു നമുക്ക് ഈ റെയിലേക്കൂടെ നടക്കുമ്പം തോന്നും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ഭയങ്കര വെയിലായിന്ന്. പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ ഇവിടെ എല്ലാം തപ്പുക. ഇവിടെ എല്ലാം വെള്ളമുണ്ട്, പക്ഷേ ഇത് എതിരൊരു കടയിൽ നിന്ന് ഇനി വെള്ളമൊക്കെ കുടിച്ചങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പൊതുവേ ഇന്നിവിടെ നല്ല ചൂട് കൂടുതലാണ്. ഇന്ന് ഇവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞിപ്പോൾ സമ്മർ തുടങ്ങുവാണ്. ഇത് ഈ ആ ബ്രിഡ്ജസിൻ്റെ അടിഭാഗമാണ്. ഇതാണ് ആദ്യത്തെ. ഇതാദ്യം സീവാൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ 1991 ഈ ബ്രിഡ്ജസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ എൻജിൻ, അതായത് കൽക്കരി വണ്ടിയുടെ ഇതിൻ്റെ ട്രെയിനിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ വെള്ളം കുടിക്കണമെന്ന്, അങ്ങനെ ഇവിടുന്ന് പോവാം. ഇതാണ് ആ ടണൽ. ഒരു ടണലിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് ഈ ടണൽ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വന്നാൽ പിന്നെ ഇവിടെ ബാക്കി സാധാരണ നോർമൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് വെള്ളം വാങ്ങിച്ചത്. ഇതാണ് ഇതിൻ്റെ, അതായത് ഇവിടുത്തെ ചൈനീസ് പീപ്പിൾ താമസിക്കുന്ന ഏരിയ ആണ് ഈ ഭാഗം. ഇതൊക്കെ നോർമൽ ഓരോരോ അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ നമ്മളാണെങ്കിൽ ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ടാക്സിയിൽ അങ്ങ് പോവാം. ഇവിടെ ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വരും. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.